കോടിയേരി ബാലകൃഷ്ണന്റെ പ്രതിമ അനാച്ഛാദനത്തിന് ബി.ജെ.പി നേതാവും ബി.ജെ.പി ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസാണ് പരിപാടിയിൽ പങ്കെടുത്തത്. ബി.ജെ.പി സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഹരിദാസ് എത്തിയത്. സംസ്ഥാന നേതൃയോഗത്തിൽ വിഷയം ചർച്ചയായി. തീരുമാനത്തിൽ ബി.ജെ.പി നേതൃത്വത്തിൽ ഒരു വിഭാഗത്തിന് അതൃപ്തിയുണ്ട്. മുഖ്യമന്ത്രി ഉടൻ കോടിയേരിയുടെ വീട്ടിലേക്ക് എത്തും. അർജുൻ കല്യാടാണ് വിവരങ്ങളുമായുള്ളത്. അർജുൻ, ഇപ്പോൾ ബി.ജെ.പി നേതാവ് ഈ പരിപാടിയിലെത്തിയത് പാർട്ടിയോട് ആലോചിച്ചിട്ടാണ് എന്ന് തന്നെയാണോ പറയുന്നത്? CPM-നെ സംബന്ധിച്ചും അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. സ്മൃതി, അതായത് ബി.ജെ.പിയുടെ ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസാണ് കോടിയേരി ബാലകൃഷ്ണൻ്റെ പ്രതിമ അനാച്ഛാദന പരിപാടിയിലേക്ക് എത്തിയത്. സംസ്ഥാന നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടിയേരി ബാലകൃഷ്ണൻ്റെ പ്രതിമ അനാച്ഛാദനത്തിന് പങ്കെടുക്കേണ്ടതുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു അനുമതി തേടിയപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഇതിന് അനുമതി നൽകുകയായിരുന്നു. എന്നാൽ ആ അനുമതി ലഭിച്ചതോടുകൂടിയാണ് എൻ ഹരിദാസ് പരിപാടിയിലേക്ക് എത്തിയത്. ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതില്ല എന്നുള്ള രീതിയിൽ ജില്ലയിലെയും സംസ്ഥാനത്തെ പല നേതാക്കളും അഭിപ്രായപ്പെട്ടിരുന്നു. ആ എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ടാണ് കെ സുരേന്ദ്രൻ എൻ ഹരിദാസിന് പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി അനുമതി നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഒരു ബി.ജെ.പി നേതാവ് വലിയ തോതിൽ ഇത്തരത്തിലുള്ള ഒരു പരിപാടിയിലേക്ക്, അതും മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ്റെ 2 വർഷം തികയുന്ന ഈ ഘട്ടത്തിൽ വീട്ടിൽ കുടുംബം സ്ഥാപിച്ചിട്ടുള്ള പ്രതിമ അനാച്ഛാദന ചടങ്ങിലേക്കാണ് ബി.ജെ.പിയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവ്, കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ പങ്കെടുക്കുന്നത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കഴിഞ്ഞ ദിവസം PV അൻവർ ഉൾപ്പെടെയുള്ളവർ ഇത്തരത്തിൽ ബി.ജെ.പി നേതാക്കളുമായി CPIM നേതാക്കൾക്കും മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെയുള്ള ബന്ധം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി വലിയ തോതിൽ വിവാദമുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ബി.ജെ.പി നേതാവ്, ബി.ജെ.പിയുടെ ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ് ഉൾപ്പെടെ ഈ ഒരു പരിപാടിയിലേക്ക് എത്തുന്നതെന്നും വളരെ ശ്രദ്ധേയമാണ്. ബി.ജെ.പി സംസ്ഥാന യോഗത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എതിർപ്പുകൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ആ എതിർപ്പുകളെ മറികടന്നുകൊണ്ട് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ്റെ അനുമതിയോടുകൂടി തന്നെ എൻ ഹരിദാസ് ഈ പരിപാടിയിലേക്ക് എത്തിയത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സ്മൃതി, എസ് രഞ്ജിത്ത് കൂടിയുണ്ട് വിവരങ്ങളുമായി. രഞ്ജിത്ത്, ഇപ്പോൾ ബി.ജെ.പി ഒരു നേതാവ് പങ്കെടുത്തിരിക്കുന്നു, നേതൃത്വത്തിന്റെ അറിവോടെ എന്നുള്ളതാണ്. കോടിയേരിയുടെ പ്രതിമാനാച്ഛാദനവുമായി ബന്ധപ്പെട്ടാണ് പരിപാടി. അതിൽ കോൺഗ്രസ് നേതാക്കൾ എത്തിയിട്ടുണ്ടോ? സ്മൃതി, കോൺഗ്രസ് നേതാക്കൾ എത്തിയിട്ടില്ല. പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ ആരും എത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബി.ജെ.പിയെ സംബന്ധിച്ച് കണ്ണൂർ ജില്ലയിൽ ഒരു വൈകാരികമായ അംശം കൂടി ഇതിന് പിന്നിലുണ്ട്. കാരണം ബി.ജെ.പിക്ക് കണ്ണൂരിൽ RSS CPM സംഘർഷം, അല്ലെങ്കിൽ ബി.ജെ.പി CPM സംഘർഷം നിരവധി തവണ നടന്നിട്ടുണ്ട്. അതിൽ CPM-കാർ രക്തസാക്ഷികളാവുന്നത് പോലെ തന്നെ ബി.ജെ.പികളെ സംബന്ധിച്ച് അവരുടെ നിരവധി പാർട്ടി പ്രവർത്തകർ ബലിദാനികളായിട്ടുള്ള നാടാണ് കണ്ണൂർ. അപ്പോൾ ഈ ബലിദാനികളുടെ മണ്ണിൽ എന്തുകൊണ്ട് CPM-ൻ്റെ ഒരു നേതാവിൻ്റെ പരിപാടിയിൽ ബി.ജെ.പി ജില്ലാ അധ്യക്ഷൻ നേരിട്ട് പങ്കെടുക്കണം എന്നുള്ളൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. പ്രത്യേകിച്ച് പല ബലിദാനികളും വളരെ വൈകാരികമായിട്ട് ഉള്ള കതിരൂർ മനോരജ് ഉൾപ്പെടെയുള്ള ആളുകളുടെ മണ്ണാണ്. ആ മണ്ണിൽ എന്തുകൊണ്ട് ഇത്തരത്തിൽ പങ്കെടുക്കണം എന്നൊരു ചോദ്യം സംസ്ഥാന നേതൃയോഗത്തിൽ ഉയർന്നിരുന്നു. മാത്രമല്ല, കണ്ണൂരിൽ നിന്നുള്ള പല നേതാക്കന്മാർക്കും ഇതിൽ വലിയ എതിർപ്പുണ്ട്. ആ എതിർപ്പുകളെ മറികടന്നുകൊണ്ടാണ് കോടിയേരി ബാലകൃഷ്ണൻ്റെ പ്രതിമ അനാച്ഛാദന പരിപാടിയിലേക്ക് സ്വാഭാവികമായിട്ടും ഈ ജില്ലാ അധ്യക്ഷൻ എൻ ഹരിദാസൻ നേരിട്ടെത്തുന്നത്. ഹരിദാസൻ പങ്കെടുക്കുന്നതിനെതിരെ സംസ്ഥാന നേതൃത്വത്തിന് 2 അഭിപ്രായമുണ്ട്. ആ അഭിപ്രായക്കേടുകൾ മറികടന്നുകൊണ്ടാണ് സംസ്ഥാനത്തെ ഔദ്യോഗിക വിഭാഗം, സംസ്ഥാന അധ്യക്ഷൻ തന്നെ എൻ ഹരിദാസിന് പരിപാടിയിൽ പങ്കെടുക്കാനുള്ള അനുമതി നൽകിയത്. പ്രത്യേകിച്ച് സംസ്ഥാനത്ത് CPM ബി.ജെ.പി കൂട്ടുകെട്ടൊക്കെ വലിയ തോതിൽ ചർച്ചയാവുന്നൊരു സാഹചര്യത്തിൽ ആ പരിപാടിയിൽ നേരിട്ട് ജില്ലാ അധ്യക്ഷൻ തന്നെ പങ്കെടുക്കുന്നു. മറ്റ് അപ്രധാന നേതാക്കന്മാർ ആരുമല്ല. കണ്ണൂർ ജില്ലയിൽ ബി.ജെ.പിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ബി.ജെ.പിയുടെ ഏറ്റവും 1-ാം നമ്പർ നേതാവ് തന്നെയാണ്. അദ്ദേഹം തന്നെ നേരിട്ട് ആ പരിപാടിയിൽ എത്തുകയും അത് ഒരു പ്രത്യേക സന്ദേശം നൽകുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പാർട്ടിക്കുള്ളിൽ ചർച്ചയാവുന്നത്. എന്താണ് ആ വരവിന്റെ ഉദ്ദേശം എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ടോ? ഇപ്പോൾ ഈ ഘട്ടത്തിൽ അത് ഉദ്ദേശിക്കുന്നില്ല. സ്വാഭാവികമായിട്ടും അവർ പറയാൻ പോകുന്നത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, CPM നേരിട്ട് നടത്തിയ പരിപാടിയല്ല, കോടിയേരി ബാലകൃഷ്ണൻ്റെ കുടുംബം വിളിച്ചിട്ട് വന്ന പരിപാടിയാണ് എന്നുള്ളതായിരിക്കും ബി.ജെ.പി
ഇപ്പോൾ വിശദീകരിക്കാൻ പോകുന്ന കാര്യമെന്ന് പറയുന്നത്. പക്ഷേ BJP യെ സംബന്ധിച്ച് കോടിയേരി ബാലകൃഷ്ണൻ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുക അല്ലെങ്കിൽ അദ്ദേഹം പാർട്ടിയുടെ മറ്റു പല പദവികളും വഹിക്കുന്ന ഘട്ടത്തിലൊക്കെ തന്നെ BJP-ക്ക് ഒരുപാട് സംഘർഷങ്ങളെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അത്തരം സംഘർഷങ്ങളെയും ആ സംഘർഷത്തിൽ കൊല്ലപ്പെട്ടവരെയും ഒക്കെ മറന്നുകൊണ്ട് ഇത്തരത്തിലൊരു സൗഹൃദത്തിൻ്റെ ആവശ്യമുണ്ടോ, ഇത്തരത്തിൽ രാഷ്ട്രീയ സൗഹൃദം ഇങ്ങനെ ഉറപ്പിക്കേണ്ടതുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് പാർട്ടിക്കുള്ളിൽ നിന്നുണ്ടാകുന്നത്. അത്തരം ചോദ്യങ്ങളെ വിമർശനങ്ങളെയൊക്കെ മറികടന്നുകൊണ്ടാണ് സംസ്ഥാന നേതൃത്വം N. ഹരിദാസിന് ഈ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള അനുമതി കൊടുത്തിട്ടുള്ളത്. BJP-ക്കുള്ളിൽ ഈ വിഷയം കൂടുതൽ ചർച്ചയാകും എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് കണ്ണൂർ രാഷ്ട്രീയത്തിൽ, കണ്ണൂർ BJP ഘടകത്തിൽ വലിയ പൊട്ടിത്തെറിയിലേക്ക് ഈ കാര്യങ്ങൾ പോയേക്കാമെന്നുള്ളതാണ്. കണ്ണൂരിലെ BJP നേതാക്കളെ സംബന്ധിച്ചിടത്തോളം CPM ഒരു എതിർ രാഷ്ട്രീയ പാർട്ടി എന്നതിനേക്കാൾ അപ്പുറത്ത് അവർക്ക് വൈകാരികമായിട്ടുള്ള ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. ആ പ്രശ്നം നിലനിൽക്കെ ഇത്തരത്തിലൊരു പങ്കാളിത്തം, ഇത്തരത്തിലൊരു രാഷ്ട്രീയ സൗഹൃദം, ആ രാഷ്ട്രീയ സൗഹൃദത്തിനെതിരെ സ്വാഭാവികമായി പാർട്ടിക്കുള്ളിൽ, പാർട്ടിയിലെ ജില്ലാ ഘടകത്തിനുള്ളിൽ വലിയ പൊട്ടിത്തെറികൾക്ക് സാധ്യതയുണ്ട്.